ഞാൻ ഡോക്ടർ അജയ്കുമാർ, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജറി, അപ്പോളോ അറ്റ്ലറ്റ്സ് ഹോസ്പിറ്റൽ. എപ്പോഴൊക്കെയാണ് മുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷൻ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് അത് ചെയ്യേണ്ടതെന്ന് സാധാരണയായി കേട്ടുവരുന്ന രോഗികളുടെ ഒരു സംശയമാണ്. അതിന് ഒരു ഉത്തരം നൽകാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ഇത് കാണുന്നത് മുട്ടിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ മുട്ടിൻ്റെ ഈ ഭാഗം ഫീമർ എന്ന് പറയും, ഇത് ടിബിയ, ഇത് മെനിസ്കസ്, ഇത് ലിഗമെൻറ്റ്, അങ്ങനെയുള്ള കുറേ സ്ട്രക്ചേഴ്സ് ചേർന്നാണ് മുട്ടിൻ്റെ ഇത്രയും സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന എല്ലാ സ്ട്രക്ചേഴ്സിനും തകരാറ് വന്നു കഴിഞ്ഞാൽ, ഒരു അഡ്വാൻസ്ഡ് ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഈ ജോയിൻസിൻ്റെ ഈ കാണുന്ന ലിഗമെൻറ്റിന്, മെനിസ്കസിന്, കാർട്ടിലേജിന്, ബോണിനൊക്കെ ഡാമേജ് വരികയും ഗ്രോസ് ഡീഫോമിറ്റിയിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കത്തില്ല. മാത്രമല്ല പ്രായമായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീലിംഗ് പൊട്ടൻഷ്യൽ കുറയുന്നത് കൊണ്ട് റിപ്പയർ ചെയ്താലും അത്ര എഫക്റ്റീവ് ആവത്തില്ല. അപ്പം അങ്ങനെ അവിടെ വരുന്ന അവസ്ഥയിൽ നമ്മൾ ആ ഡാമേജ് വന്ന ഭാഗം മാറ്റി വേറെ ജോയിൻറ്റ് വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മുട്ടിൻ്റെ ഭാഗത്ത് ഫീമർ ഒരു കമ്പോണൻ്റ് ഉണ്ട്, ടിബിയൽ കമ്പോണൻ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഒരു പെയിൻലെസ് ജോയിൻറ്റ്, സ്റ്റേബിൾ ജോയിൻറ്റ് കൊടുക്കാനാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിലൂടെ നമുക്ക് സാധിക്കുന്നത്.